മാളികപ്പുറം വലിയ ഹിറ്റ് പടല്ലേ, അപ്പോൾ നമ്മൾ ആരായാലും വിചാരിക്കൂലേ. പക്ഷെ മാളികപ്പുറം ഡയറക്റ്റ് ചെയ്ത പോലും പിന്നെയാണ് പിന്നെയാണ് അറിയുന്നത്. അതൊക്കെ ഈ സിനിമ പകുതി കഴിഞ്ഞു അപ്പോൾ ഞാൻ അറിയുമ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു ഉണ്ണിമൂന്നനാണ് ഡയറക്റ്റ് ചെയ്തത്. ഫ്രണ്ട്സ്, കുറച്ച് മുമ്പ് നമ്മൾ നിർമ്മാതാവായിട്ടുള്ള മുരളി കുന്നുംപുറത്തിൻ്റെയും അതേപോലെ തന്നെ അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള ചില ചിത്രങ്ങളുടെ സംവിധായകന്മാരുമായിട്ട് അതിൻ്റെ തിരക്കഥാകൃത്തുക്കളുമായിട്ടൊക്കെയുള്ള തർക്കത്തിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അത് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നതും സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള മുരളി കുന്നുംപുറം എപ്പോഴാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ പ്രതികരണമായിട്ടുള്ള അഭിലാഷ് പിള്ളയുടെ ഒക്കെ പ്രതികരണം കൂടുതലായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോകളൊക്കെ കണ്ട് കയറ്റി അതിലൊക്കെ അവരെന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. തരത്തിൽ അതെന്താ അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം? അത് ഞാനിത് എല്ലാ ചാനലിലും പറഞ്ഞതാണ്. ആ വീഡിയോ ഒരാഴ്ച മുന്നേ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടതാണ്. അപ്പം ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷേ ത്രെഡിൽ പോയി കിടന്നു. അത് ഇന്നലെ എടുത്ത് ആരോ പോസ്റ്റ് ചെയ്തു. പക്ഷേ അതിൽ പറഞ്ഞതൊക്കെ വളരെ നഗ്നമായ സത്യമാണ്. ഇത് കുറച്ച് മുമ്പുള്ള വീഡിയോ ആണ്. എന്തൊക്കെയായാലും അദ്ദേഹം ഡിലീറ്റ് ചെയ്തിട്ട് അത് ത്രെഡ് കിടന്നു. അത് വീണ്ടും കിടന്ന് കയറ്റി സോഷ്യൽ മീഡിയയിൽ വീണ്ടും കിടന്ന് കളിക്കുകയും കുറേ ആളുകൾ അതെടുത്ത് ഷെയർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ വീഡിയോ വൈറലായി. അഭിലാഷ് പിള്ള എയറിലുമായി. ഇനി നമുക്ക് ബാക്കി വീഡിയോ നോക്കാം. മാളികപ്പുറം വലിയ ഹിറ്റ് പടല്ലേ, അപ്പോൾ നമ്മൾ ആരായാലും വിചാരിക്കൂലേ. പക്ഷെ മാളികപ്പുറം ഡയറക്റ്റ് ചെയ്ത പോലും പിന്നെയാണ് പിന്നെയാണ് അറിയുന്നത്. അതൊക്കെ ഈ സിനിമ പകുതി കഴിഞ്ഞു അപ്പോൾ ഞാൻ അറിയുമ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു ഉണ്ണിമൂന്നനാണ് ഡയറക്റ്റ് ചെയ്തത്. പക്ഷേ ഇതിലിപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ഉണ്ണി മുകുന്ദൻ ആണെന്നുള്ളത്. ഉണ്ണി മുകുന്ദൻ ഒരു കഴിവില്ലാത്ത വ്യക്തിയാണെന്നല്ല, പക്ഷേ അഭിലാഷ് പിള്ള ആയിരുന്നു ഇതുവരെ സംവിധാനം ചെയ്തത്. ഉണ്ണി മുകുന്ദൻ അങ്ങനെ ഏതെങ്കിലും സിനിമ മുന്നേ സംവിധാനം ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംവിധാന കഴിവെ പറ്റിയൊന്നും ഞാൻ തന്നെ കേട്ടിട്ടില്ല. ഓക്കെ, അതെന്താന്നുള്ളത് അറിയില്ല. ഇനി പക്ഷേ ഇതിൻ്റെ പ്രതികരണം അഭിലാഷ് പിള്ള നടത്തുന്നുള്ളത് ഒരു വീഡിയോയും കൂടി പുറത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് കാണാം. ആദ്യം നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള പ്രതികരണങ്ങളൊക്കെ കേൾക്കാം. ആയിരുന്നു ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു ജീവിതം തിരിച്ചു പിടിച്ച ഒരാൾ. അങ്ങനെ നിങ്ങൾ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ആ ആളാണ് ഇങ്ങനെ വലിയ വികാരാധീനനായി കാണപ്പെട്ടത്. അതാണ് ഇത്ര വലിയ തരത്തിൽ ഇത് ഈ വീഡിയോ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം. അത് എന്തായാലും നമ്മൾ ഞാൻ മദ്യപാനത്തിന് ഇപ്പോഴും ഞാൻ 18 വർഷമായി മദ്യപാനം നിർത്തിയിട്ട് 32 വയസ്സിൽ നിർത്തിയാണ്. അതിലെ ആൾക്കാർക്ക് ഇപ്പോൾ ഞാൻ ഇൻസ്പിറേഷൻ തന്നെയാണ്. സാമ്പത്തിക ബാധ്യത പറഞ്ഞാൽ വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ബാധ്യത തന്നെയാണ്. അതിങ്ങനെ പല ആൾ ഗടിയിൽപ്പെട്ടു പോയി. ശരിയാണ്. നമുക്ക് മദ്യപാനം അതുപോലുള്ള പുകവലിക്ക് പോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് നിർത്താൻ വേണ്ടി പറ്റും, വിചാരിച്ചാൽ നമുക്ക് നിർത്താൻ വേണ്ടി പറ്റും. പക്ഷേ സാമ്പത്തിക ബാധ്യത നമ്മൾ പ്രത്യേകിച്ച് ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് അത് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്തായാലും മദ്യപാനം നിർത്തിയതും മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആയതും വളരെ വലിയൊരു നല്ല കാര്യം തന്നെയാണ്. പാണത്തൂർ ഇവരൊക്കെ, പക്ഷേ വിജേഷ് പാണത്തൂർ ഇപ്പം പ്രകമ്പനം എന്ന സിനിമയിൽ നല്ല ഹിറ്റായി സംവിധാനം പഠിച്ചു. നമ്മൾക്ക് ഒരു ഒന്നും അറിയില്ലായിരുന്നു. അതെ, വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്തിട്ടുള്ള പ്രകമ്പനം ഹിറ്റായി. ഞാൻ തിയേറ്ററിൽ പോയി കാണുകയും ചെയ്തു. അത്യാവശ്യം കോമഡിയൊക്കെ ഉള്ള കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരുന്നു അത്. അത് ധ്യാനാണ് അത് ആ പടം ഫുള്ളായി നോക്കി നടത്തിയത്. ധ്യാൻ്റെ ഇടപെടൽ നന്നായി ആ പടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പടം അത്യാവശ്യം മോശമില്ലാണ്ട് വന്നത്. അപ്പോൾ നദികളിൽ സുന്ദരി യമുനയും സംവിധാനം ചെയ്തിട്ടുള്ളത് അതിൻ്റെ സംവിധായകൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയല്ല, അത് ധ്യാനാണോ സംവിധാനം ചെയ്തിട്ടുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. അറിയില്ല. എന്തൊക്കെയായാലും ധ്യാൻ ശ്രീനിവാസന് മുമ്പ് സിനിമ സംവിധാനം ചെയ്തിട്ട് നിവിൻ പോളിയൊക്കെ വെച്ചിട്ട് അദ്ദേഹം സിനിമ സംവിധാനം ലവ് ആക്ഷൻ ഡ്രാമ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തിട്ട് അത് ഹിറ്റാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സംവിധാന മേഖലയിൽ കഴിവുണ്ട്. അത് നമുക്ക് അത്യാവശ്യം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അറിയില്ല, എന്തൊക്കെയായാലും അദ്ദേഹം നല്ല രീതിയിൽ അതിൽ ഇൻഡയറക്റ്റായിട്ടോ ഡയറക്റ്റായിട്ടോ ഒക്കെ ഇടപെട്ടിട്ടുണ്ടാകാം. കാരണം അദ്ദേഹം അതിൽ നല്ല പരിചയമുള്ള വ്യക്തിയാണല്ലോ. 22 കോടി ഇതാ കൊടുത്തു. 15 കോടി ബിസിനസ്, 6 ലോസ് ഓഫ് ദ മൂവി 6 കോടി 60 ലക്ഷം. അഭിലാഷ് പിള്ള സൈൻഡ് ബൈ അഭിലാഷ് പിള്ള, വിഷ്ണു, പിന്നെ സാറ്റലൈറ്റ് പെൻഡിങ് പോകാനുണ്ട്. സാറ്റലൈറ്റ് പോയിട്ടില്ല. തനിക്ക് സുമതി മുളക് എന്ന് പറയുന്ന സിനിമ മൂലം ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക ബാധ്യത, അതിന് അദ്ദേഹം കൃത്യമായിട്ടുള്ള ആ ഒരു ബജറ്റിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു നഷ്ടത്തിൻ്റെ തെളിവ് തന്നെ സംവിധായകൻ തന്നെ ഒപ്പിട്ടിട്ടുള്ള ആ ഒരു തെളിവ് തന്നെ അദ്ദേഹം കാണിക്കുമ്പോൾ നമുക്കത് വിശ്വസിക്കാതിരിക്കേണ്ട ഒരാവശ്യമില്ല. ഓക്കെ, അത് വിശ്വസിക്കാൻ പറ്റും. നമ്മൾ 7 കോടി പറഞ്ഞു തുടങ്ങിയ സംഭവം അവസാനം 22 കോടി വരെ എത്തി. 7 കോടി പറഞ്ഞത് വേറൊരു സബ്ജക്റ്റ് ജിംഗിൾ ബെൽസ് പറഞ്ഞ പടം ചെയ്യാനായിരുന്നു. അത് നടന്നിട്ടില്ല. പിന്നെ രണ്ടാമത് ഇത് ചെയ്യുമ്പോൾ 7-7.5 കോടി ആവുമല്ലോ വിഷ്ണു പറഞ്ഞു. പിന്നെ അഭിലാഷ് പറഞ്ഞു ലാസ്റ്റ് ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ വന്നിട്ട് ഒരു 13 കോടി ആവുമെന്ന് പറഞ്ഞു. പിന്നെ വേറെ പ്രൊഡക്ഷൻ കൺട്രോൾ ഗിരീഷാട്ടം വന്നിട്ട് 12 കോടി നമുക്ക് ചെയ്യാം. പിന്നെ അത് കൂടി ഒന്ന് 22 കോടി വ്യത്യാസം. ഇതാ ഇപ്പം കണക്ക് ഞാൻ കാണിച്ചില്ലേ, ആ കണക്കായി 15. എന്നാലും അർജുൻ അശോകനെ പോലെയുള്ള ഒരു താരത്തിനെ വെച്ചിട്ട് അല്ലെങ്കിൽ ഗോകുൽ സുരേഷിനെ പോലെയൊക്കെയുള്ള വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു താരങ്ങളെ വെച്ചും കയറ്റി 22 കോടിക്ക് മുകളിലൊക്കെ ഒരു പടം എടുത്തിട്ട്, അതും അങ്ങനത്തെ ഒരു ബ്രഹ്മാണ്ഡ സിനിമയൊന്നും ആയിട്ട് എനിക്ക് ആ സിനിമ കണ്ടിട്ട് തോന്നിയിട്ടില്ല.
ഒരു സാധാരണ നാട്ടിൻപുറത്ത് നടക്കുന്ന കുറേ എന്തെങ്കിലോ സംഭവങ്ങളൊക്കെയാണ് അതിൻ്റെ അത് കാണിക്കുന്നത്. അങ്ങനത്തെ ഇപ്പോൾ പുതുമുഖങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ വലിയ ഹിറ്റായിട്ട് ഇപ്പോൾ ലോകയൊക്കെ താരതമ്യേന വളർന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് താരങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ എടുത്ത സിനിമയാണ്. പക്ഷേ അതിൻ്റെ ആ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത്, കഥ എന്ന് പറയുന്നതൊക്കെ അത്രയും ഒരു ഹൈ ലെവലുള്ളതാണ്. പക്ഷേ ആ ഒരു ലെവലിലൊക്കെ സുമതി വളവ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. അതിന് മാത്രം എന്താണ് 22 കോടിക്കൊക്കെ മുകളിലൊക്കെ ചെയ്യാൻ മാത്രം എന്താണ് ആ സിനിമയിലുള്ളതെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും അതിൻ്റെ മുകളിലേക്ക് ആ സിനിമയ്ക്ക് ലാഭം കിട്ടും എന്നുള്ള എന്ത് കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് സംവിധായകനും ടീം മുന്നോട്ട് പോയതെന്ന് മനസ്സിലാകുന്നില്ല. ഒന്നും പഠിക്കണ്ട, നമ്മളൊക്കെ കൂടെയുണ്ട്. പിന്നെ ജൂഡാനെ വിളിച്ചിരുന്നു, ഒരു പടം ചെയ്യാം ചേട്ടാ ധൈര്യമായിട്ടിരിക്കും. പിന്നെ സിദ്ദിഖ് വിളിച്ചിരുന്നു, സൂര്യ വിളിച്ചിരുന്നു, ഉണ്ണിമൂന്തം വിളിച്ചിരുന്നു, എല്ലാവരും വിളിച്ചിരുന്നു, ഒരുവിധ ആൾക്കാരൊക്കെ വിളിച്ചിരുന്നു. പക്ഷേ പിന്നെ നമുക്ക് നോക്കാം, ഇനിയിപ്പം സിനിമയിലെ കൂടെ സിനിമ എടുത്തിട്ട് തീരുമെന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഞാൻ വെരി ഗുഡ്. അദ്ദേഹത്തിനെ ആശ്വസിപ്പിക്കുകയും അതുപോലെ തന്നെ സഹായിക്കാൻ മനസ്സ് കാണിക്കുകയും ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളും, സിനിമാ മേഖലയിൽ ഉൾപ്പെടെയുള്ള എല്ലാ വ്യക്തികളും തീർച്ചയായിട്ടും, അതിലിപ്പോൾ നടന്മാരും കുറേ സംവിധായകന്മാരെയും ഒക്കെ പേര് അദ്ദേഹം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സൈജു കുറുപ്പിൻ്റെയും ജൂഡിൻ്റെയും ഒക്കെ കാര്യം അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. ചില ആളുകൾ പ്രതിഫലം ഒഴിവാക്കി കൊടുത്തുള്ള കാര്യമൊക്കെ. എന്തായാലും ഈ ഒരു മേഖല, ഇതൊരു ബിസിനസ് മേഖല മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത്തരം കുറേ വിട്ടുവീഴ്ചകളൊക്കെ വേണം. അത് വളരെ നല്ല കാര്യം തന്നെയാണ്. അത്തരം കാര്യങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടേ ഇരിക്കട്ടെ. ഇനി എൻ്റെ ബിസിനസ്സിലൊക്കെ ഞാനൊന്ന് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തു. അതിപ്പം ഈ സിനിമേൻ്റെ മേഖല അത് കുറച്ച് ഇല്ലാണ്ടായിപ്പോയി. അതെ, അതാണ് നല്ലത്. താങ്കൾക്ക് നന്നായിട്ട് അറിയുന്ന ആ ഒരു ടൈൽസ് ബിസിനസ്, അതിൽ തന്നെ ഇനി വീണ്ടും കുറച്ച് കാലം കൂടി നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നന്നായിട്ട് താങ്കൾ പണം ഉണ്ടാക്കിയതിന് ശേഷം ഒരു സിനിമ പൊട്ടിയാലും അതിൻ്റെ ഒരു ബാക്കപ്പ് മണിയായിട്ട് താങ്കളുടെ കയ്യിൽ പണം ഉണ്ടാകുന്ന രീതിയിൽ മാത്രം ഇനി സിനിമ നിർമ്മിക്കുന്നതായിരിക്കും നന്നാവുക. ഇനി നമുക്ക് സംവിധായകനായിട്ടുള്ള അഭിലാഷ് പിള്ളയുടെയും ടീമിൻ്റെയും ഒക്കെ ഈ വിഷയത്തിലുള്ള പ്രതികരണം എന്താണെന്ന് നോക്കാം. അവരും ഒരു വാർത്താ സമ്മേളനമൊക്കെ നടത്തിയും കയറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഞങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിനെയും പേഴ്സണൽ ലൈഫിനെയും ബാധിക്കും. കാരണം ഞങ്ങൾക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. ഇവൻ കെട്ടിയിട്ടില്ല, ഇവന് കുടുംബമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ കല്യാണം കഴിച്ചാണ്, കുട്ടികളുണ്ട്. അപ്പോൾ അവരിലേക്ക് പോലും ഈ പ്രശ്നം എത്തി തുടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. അവരുടെ മാനസികാവസ്ഥകൾ ബാധിക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ വരുന്നത്. പിന്നെ ജീവിതത്തിലെ സിനിമയുടെ നിർമ്മാതാവായിട്ടുള്ള മുരളി കുന്നുംപുറത്തിനും കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. അതൊക്കെ അദ്ദേഹം ആ വീഡിയോ പറയുന്ന കാര്യമാണ്. നിങ്ങൾക്കുള്ള പോലെ തന്നെ അദ്ദേഹത്തിനും ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സാമ്പത്തിക നഷ്ടം, നിങ്ങൾക്ക് മാനനഷ്ടം. രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ള നഷ്ടങ്ങളാണ് ഈ സിനിമ മൂലം ഉണ്ടായിട്ടുള്ളത്. ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു പ്രശ്നം ചെയ്ത് ഒരു സിനിമയുടെ പ്രൊമോഷൻ വേണ്ടി വന്നിരിക്കുമ്പോൾ ഞാൻ ഏറ്റവും അഭിമാനിക്കുന്ന ആളാണ്. നിങ്ങളൊക്കെ ഞാൻ അന്നേരം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പക്ഷേ ഇപ്പം ഞാൻ ഇരിക്കുന്ന ഈ സിറ്റുവേഷനിൽ ഞാൻ വളരെ സന്തോഷത്തോടെ എടുക്കുന്ന ഒരു പ്രശ്നം അല്ല ഇത്. പക്ഷേ എന്താണ് ശരി എന്താണ് തെറ്റെന്ന് ഞങ്ങൾക്ക് പറയാൻ ഒരു അവസരം കൂടെ ആണ്. 2 ദിവസമായിട്ട് ഇവിടുത്തെ പല മാധ്യമങ്ങളും വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നത് കാണുന്നുണ്ട്. അതെനിക്കറിയാം. ഒരു സൈഡ് മാത്രം കേട്ടതിന് പുറത്ത് ന്യൂസ് കൊടുക്കണം. ഞാൻ ആരെയും പേരെടുത്ത് പറയല്ല. മുഖ്യധാര മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടവരെ ഞാൻ കണ്ടു, സപ്പോർട്ട് ചെയ്യാതെ കണ്ടു. ഇതാരെയും കുറ്റം പറയുന്നില്ല. നിങ്ങളുടെ ജോലി ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഞങ്ങൾ പറയാനുള്ള കാര്യം കൂടെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നൊരു കാര്യം ആദ്യമായി ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഈ പ്രസ് മീറ്റ് തുടങ്ങുന്നത്. ഓക്കെ, നിങ്ങളുടെ സിനിമ പോലെ ഇട്ട് വലിപ്പിക്കേണ്ട, നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ആ ചൂടൻ മറുപടികളൊക്കെ അങ്ങോട്ട് വരട്ടെ. അബദ്ധത്തിൽ പോസ്റ്റ് ആവുകയും പെട്ടെന്ന് അത് ഡിലീറ്റ് ചെയ്യുകയും ആ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ത്രെഡിൽ പിന്നീട് കിടക്കുകയും ആരോ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഷെയർ ചെയ്ത് ആ ദിവസങ്ങളിൽ കുറച്ച് ഗ്രൂപ്പുകളൊക്കെ വന്നിരുന്നു. ഈ വീഡിയോ വന്നതിൻ്റെ അറിഞ്ഞ അന്ന് രാവിലെ തന്നെ അദ്ദേഹത്തെ ഞാൻ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് മെമ്പേഴ്സിനെ വിളിച്ച് സംസാരിക്കുകയും അദ്ദേഹത്തെ ഞാൻ മെസ്സേജ് ചെയ്യുകയും അതിനുശേഷവും അദ്ദേഹം എനിക്ക് റിപ്ലൈ ചെയ്ത് ഞങ്ങൾ തമ്മിൽ കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. ഒരു അബദ്ധം പറ്റിപ്പോയതാണ് അദ്ദേഹം തന്നെ അത് പറയുകയുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി അങ്ങനെയൊക്കെ ഉണ്ടായോ? അദ്ദേഹം നിങ്ങളെ വിളിച്ച് മാപ്പൊക്കെ പറഞ്ഞു? അതൊക്കെ എപ്പോൾ? ഓക്കെ, അദ്ദേഹം അതൊന്നും പറഞ്ഞുള്ളതായിട്ട് നമ്മൾ ആ ഒരു വാർത്തകളിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. മാളിയപ്പുറം ഉണ്ണിമൂന്നനാണ് സംവിധാനം ചെയ്തത്. സത്യം പറഞ്ഞാൽ 2 ദിവസമായിട്ട് ഇത് കണ്ട് വളരെ ഷോക്കായിട്ടിരിക്കുന്ന ആളാണ് ഞാൻ. മാളികപ്പുറം ഉണ്ണിമൂന്തൻ സംവിധാനം ചെയ്തു എന്ന് കേട്ടപ്പം ഞാനടക്കം ഒരുപാട് ആളുകൾ ഞെട്ടിയിട്ടുണ്ട്. എന്തൊക്കെയായാലും ഇതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉണ്ണിമൂന്തന് ഒരു മൾട്ടി ടാലൻറ്റർ എന്നുള്ളൊരു പേര് കിട്ടി. അദ്ദേഹത്തിന് എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ ഒരു ലാഭമായി എന്ന് വേണം പറയാൻ. ഈ വീഡിയോ വന്നു, അദ്ദേഹത്തിന് ഈ സിനിമ നഷ്ടമാണെന്ന് പറയുന്നു. അദ്ദേഹം ഒരു കണക്ക് പറയുന്നു. അദ്ദേഹം 22 കോടി രൂപ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഈ സിനിമ എന്ന് പറയുന്ന വ്യവസായം ഒരു സംവിധായകനോ ഒരു റൈറ്ററോ വിചാരിച്ചാൽ മാത്രം കൂട്ടുന്ന ഒരു ബജറ്റല്ല സിനിമ വ്യവസായം എന്ന് പറയുന്നത്. അതിൽ പങ്കെടുക്കുന്ന വർക്കെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ പ്രൊഡക്ഷൻ കൺട്രോളുണ്ട്, പ്രൊഡ്യൂസർ സൈഡിൽ നിന്നുള്ള ആളുകളുണ്ട്, ഒരു പ്രൊഡ്യൂസറുണ്ട്. ഇതൊക്കെ കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്ന ഒരു ഓഡിറ്ററുണ്ട്. അപ്പോൾ ഒരു സിനിമ 22 കോടിയായി എന്ന് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് വഴി 22 കോടി പോയി എന്ന് പറയുമ്പോൾ അതിന്റെ അത് ഞങ്ങൾ ചെയ്തൊരു സിനിമയ്ക്ക് 22 കോടി ആയെന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ ബജറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉത്തരവാദിത്തം ഞങ്ങളുണ്ട്. ഈ സിനിമ എങ്ങനെ സംഭവിച്ചു എന്നത് പറഞ്ഞു തുടങ്ങിയാൽ മാത്രമേ അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. മാളിയപ്പുറം എന്ന സിനിമ നിങ്ങൾക്ക് കണ്ടതാണ്. ആ സിനിമ വിജയിച്ച സിനിമയാണ്. ആ സിനിമയ്ക്ക് ശേഷം ഞങ്ങൾ ഒരുമിക്കുന്ന ഒരു സിനിമയുടെ ബിസിനസ് വാല്യൂ കണ്ടിട്ടാണ് ഈ നിർമ്മാതാവ് ഞങ്ങളിലേക്ക് എത്തുന്നത്. അത് എത്തുന്ന രീതിയും ഇദ്ദേഹത്തിന്റെ സിനിമയായ നദികൾ സുന്ദരി അമ്മയുടെ പ്രിവ്യൂ ഷോ കൊച്ചി നടക്കുമ്പോൾ മുരളിച്ചേട്ടൻ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിരുന്നു. ഞാനും വിഷ്ണു പടം കാണാൻ പോയി. പടം കണ്ട് ഇറങ്ങി വന്ന് ചേട്ടാ പടം നന്നായിട്ടുണ്ട്, ഉറപ്പായിട്ട് ഇത് വർക്കാവും എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു അടുത്ത സിനിമ നമുക്ക് ചെയ്താലോ എന്ന് ചോദിച്ചു. ഒന്നുമല്ലല്ലോ ഇതിൻ്റെ ഒരു ന്യായീകരണം എന്ന് പറയുന്നത്. താരതമ്യേന ചെറിയ താരങ്ങളായിട്ടുള്ള ഗോകുൽ സുരേഷിനെയും അതുപോലെ തന്നെ അർജുൻ അശോകനെയൊക്കെ വെച്ചും കയറ്റി ഒരു സിനിമ എടുത്തിട്ട് അതെങ്ങനെ 22 കോടിയിലെത്തി? അതും അങ്ങനത്തെ ഒരു ബ്രഹ്മാണ്ഡ സംഭവ സിനിമയൊന്നുമല്ല.
ഈ വലിയൊരു കളക്ഷൻ നേടുമെന്ന് ഒരിക്കലും ആ കഥ വായിച്ചിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ? അതൊക്കെ അത്ഭുതം തോന്നുന്നു. 22 കോടി എന്നൊക്കെ പറയും ഇത്രയും വലിയൊരു ബജറ്റിൽ ആ നിർമ്മാതാവിനെ ഒരു വലിയ കടത്തിലേക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് തള്ളിവിടാൻ വേണ്ടി തോന്നിയതെന്നാണ് എനിക്ക് അത്ഭുതം തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ. ശരിക്കും ഇതിനെപ്പറ്റി ഇതിൻ്റെ ബജറ്റിനെ പറ്റിയിട്ടും മറ്റ് ചിലവുകളെ പറ്റിയിട്ടൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ധാരണയുള്ള വ്യക്തിയാവേണ്ട ഒരു നല്ല ഡയറക്ടർ എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു മേഖലയ്ക്ക് ഒരു ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും തമ്മിൽ അങ്ങനെ ഒരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുക? ഈ വിഷയത്തിനെ പറ്റിയിട്ട് പ്രേക്ഷകരുടെ പ്രതികരണം എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യുക. ബൈ.